പറവേ അപ്പൂപ്പൻ പടവലത്തോടത്ത് പോവാ കേട്ടോ. ആ അപ്പൂപ്പൻ പോയില്ലെങ്കിൽ എങ്ങനെ പടവലത്തെ കാര്യങ്ങളൊക്കെ നടക്കുക? അപ്പൂപ്പൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൂപ്പൻ പോയില്ലെങ്കിലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമാവും. അത് ഉമേഷാണ് നോക്കിയോളും. അമ്മൂമ്മ പറയുന്നവരുണ്ടല്ലോ, ആ ഉമേഷിനൊരു ഉത്തരവാദിത്വമില്ല. അപ്പം പോയിട്ട് വരാം. അപ്പൂപ്പൻ പോണ്ട. അപ്പം പോയിട്ട് പെട്ടെന്ന് വരത്തില്ലേ? മോനെ മോനെ നോക്കിക്കോ, നിന്നെ ഞാൻ ഇത്തവണ ഒറ്റ ട്രിപ്പില് ക്രാക്കി. നിങ്ങൾ പോയിട്ട് വരുന്നതാ? അപ്പൂപ്പ ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് വന്നു. എന്താ കാര്യം? അല്ല അപ്പൂപ്പ, ഞാനൊന്ന് PSC എഴുതിയാലോ എന്നൊന്ന് ആലോചിക്കുമായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലിസ്റ്റ് വരണമല്ലോ. അതാലോചിക്കാൻ വേണ്ടിയാണോ ജംഗ്ഷനിൽ പോയത്? ഹലോ, ഈ ബുക്ക് ഈ വീട്ടിൽ ഉണ്ടായിരുന്നോ? എടുക്കണ്ടേ? അതിനു വേണ്ടിയാണ് ജംഗ്ഷനിൽ പോയത് കേട്ടാ. പിന്നല്ലാതെ അതെന്തായാലും നല്ല കാര്യം. അത്ര തന്നെ. നോക്കിക്കോ ചേച്ചി, ഫസ്റ്റ് എഴുത്തിൽ തന്നെ ലിസ്റ്റിക്ക്. എന്തേ പെട്ടെന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ഡാഡി നിനക്ക് അവളെ കെട്ടിച്ചേരാന്ന് വല്ലതും പറഞ്ഞു? ആരാ ഡാഡി? ആറോ ഡാഡി? ചേച്ചി ഇങ്ങനെ അപ്പൂപ്പ ഇടയ്ക്ക് വെച്ച് ചുമ്മാ ഇങ്ങനെ തമാശയൊക്കെ പറയും. ആവൻ ചേച്ചി അത് അപ്പൂപ്പ അതായത് ഉദ്ദേശിച്ചതേ ഈ PSC പെട്ടെന്ന് എഴുതി കഴിഞ്ഞാല് പെട്ടെന്ന് ജോലി കിട്ടുമെന്നാ ചേച്ചി ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, അതെന്നെ ഉദ്ദേശിച്ചത്. അതെ ചേച്ചി, ഞാനിങ്ങനെ ആയിരുന്നു ആലോചിച്ചപ്പോഴാ പെട്ടെന്ന് PSC എഴുതാന്ന് വിചാരിച്ചേ. എന്തായാലും തീരുമാനം കൊള്ളാം. ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഓക്കെ അപ്പൂപ്പ. മകളെ ഞാൻ പോയിട്ട് വരാം. അപ്പൂ പോണോ? പോയിട്ട് പെട്ടെന്ന് വരുവാടാ മോളെ. അപ്പൂപ്പ എന്നാ പിന്നെ ഞാൻ ജംഗ്ഷൻ വരെ വരാം. ജംഗ്ഷൻ വരെ നീ വരണ്ട, ഞാനൊക്കെ അത് നടന്നു നോക്കിക്കോളാം. ഓട്ടോ വിളിക്കണം? ഓട്ടോയൊന്നും വേണ്ടടാ, നടക്കട്ടെ. പ്രായമാകുമ്പത്തിന് നടക്കുന്ന നല്ലതല്ലേ. ശരി. മോന്റെ ഈ നല്ല ഉദ്ദേശത്തിന്റെ പുറകിലേ വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? ഏതുദ്ദേശം? എന്തുദ്ദേശം? അല്ല, നിന്റെ കാര്യമായോണ്ട് പറയാൻ പറ്റൂലേ. ഒരു അല്ല കേശു, നീ PSC പഠിക്കാൻ പോണെന്നൊക്കെ പറയണ. ഈ PSC പഠിക്കാനുള്ള നിന്റെ ടൈം ടേബിൾ എങ്ങനെയാണ്? PSC പഠിക്കാനുള്ള നിന്റെ ടൈം ടേബിൾ? PSC പഠിക്കാനുള്ള ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പോകുന്നു. കോളേജിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ അല്ല വേറെ അല്ലറ പരിപാടിയൊക്കെ വന്ന് കയറുവാണെങ്കിൽ അതിനും പോവും. പൈസ വല്ലതും കിട്ടണ്ടേ, കൈ വല്ലതും വേണ്ടേ? അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഫുൾ സമയവും PSC പഠനം. അല്ല, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉള്ള സമയം നീ എങ്ങനെ കണ്ടെത്തും? ബാക്കിയുള്ള കാര്യം പുഷ്പിക്കലും പ്രേമപൂജയും പിന്നെ അല്ലറ ചില്ലറ വായനോട്ടോ. അതിനുള്ള സമയമൊക്കെ ഞാൻ കണ്ടെടുത്തോളാം കേട്ടാ. വേണ്ടേ? കൂടുതൽ ഇങ്ങോട്ട് വേണ്ടേ? എന്റെ കേശു, ഞാൻ ഒരു കാര്യം പറയാം. നീ ചെന്ന് ചാടാൻ പോകുന്നത് ഒരു മഹാസമുദ്രത്തിലാണ്. ആ ഓർമ്മ നിനക്ക് വേണം. അതിനിങ്ങനെ പഠിച്ചാ പോരാ. ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഉദ്ദേശം ഇത്രേ ഉള്ളൂ. PSC ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന കാര്യമാണ്. ഇങ്ങനെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ് നീ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റൂല കേശു. അത് തന്നെ, അത് അമ്മായി പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട് കേട്ടോ. ശരി, അരമണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ് എത്തില്ല. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണല്ലോ. നിനക്ക് ക്ലാസ്സിന് പോവാലോ PSC പഠിക്കാൻ. പറഞ്ഞല്ലോ PSC ക്ലാസ്സിന് കോച്ചിങ്ങിന് പോവാലോ അല്ലേ? ഈവനിങ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു 2 മാസം പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിന് പോയാൽ നിനക്ക് അത്യാവശ്യത്തിനുള്ള ബേസിക് ഒക്കെ കിട്ടും. അപ്പൊ നിനക്ക് പ്രോപ്പർ ആയിട്ട് ബാക്കി പഠിക്കാൻ പറ്റും. മറന്നോ ഈ PSC കോച്ചിങ്ങിന്റെ കാര്യം? പിന്നെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ പറഞ്ഞു. അല്ല, അതിന്റെ ആവശ്യമില്ല, ഞാൻ കോച്ചിങ്ങിന് നോക്കോളാം. അയ്യോ, എന്ത് PSC കോച്ചിങ് നല്ല പരിപാടിയാണ്. ശരി ചേച്ചി, PSC കോച്ചിങ്ങിന് വേണമെങ്കിൽ പൈസ ഉണ്ടേ. അടുപ്പത്തെ ഞാൻ കല്യാണിന് കൊടുക്കാനുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അത് പോയി എടുത്തിട്ട് കല്ലിന് കൊടുക്കാനുള്ള പാല? കനക ചേച്ചി കിച്ചണിൽ ഒറ്റയ്ക്കാണ്. ചേച്ചി ഇതിന് വേറെ 2 പേര് ഓടിക്കളഞ്ഞു. ചേട്ടനിപ്പോ അവരുടെ അടുത്ത് പൈസ വയ്ക്കാൻ പോയതല്ലേ, അതുകൊണ്ട് അവർ ഓടിയത്. ലച്ചുവേ, എന്തായാലും കേശു കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിയത്. എന്തായാലും അവ എടുത്ത തീരുമാനം നന്നായി. എന്ത് തീരുമാനം? എന്ത് തീരുമാനം? ഒരു കാര്യം പറഞ്ഞിരിക്കും നൈസിലെ മൂരി എന്ത് രണ്ടും കൂടെ? അതിന് നീ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ കാര്യത്തിലോട്ട് വരും എന്നറിയാം. അമ്മായി, ഇവനെന്തോന്നൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണല്ലോ. എന്തോടാ? അയ്യോടാ, ഒന്നും മനസ്സിലാവണില്ല. ഉള്ള പിള്ളേരാണല്ലോ. പപ്പ് ഇപ്പൊ ജനിച്ചങ്ങോട്ട് ഇട്ടേ ഉള്ളു. കുഴപ്പമില്ല,
ഞാൻ കാര്യം ഡയറക്റ്റ് വരാം. എടാ എന്തുവാടാ നിന്ന് പ്രസംഗിക്കുന്നേ? കാര്യം പറഞ്ഞേ സൊല്ലടാ. ചൊല്ലാം. അതായത് ഞാൻ PSC പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. ഒരു ജോലി ഉള്ളത് നല്ലത് തന്നെ. അതാണ്. டேய் நீ படிச்சேனா உனக்கு கண்டிப்பா வேலை கிடைக்கும். ആണ് കടക്കേ. ആ അമ്മായി, ഓ അമ്മായി നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കോച്ചിങ്ങിന് പോണ കാര്യം? ഞാൻ അന്വേഷിച്ച് ഇവിടെ വാഴക്കാല ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, ഈവനിങ് ക്ലാസ്സിന് പോവാ. ഞാൻ നിനക്കൊരു ഉപദേശം തന്നേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ പോവാൻ പോവാതിരിക്കാം, അതൊക്കെ നിന്റെ ഇഷ്ടം. അത് തന്നെ, അത് ഞാൻ പോകുന്നു. അതാണ് ഇപ്പൊ എന്റെ ഇഷ്ടം. ലച്ചേ ഓ പോണ്ടേ? എന്തായാലും നീ പഠിക്ക്. ജോലി കിട്ടി കഴിഞ്ഞല്ലേ പെട്ടെന്ന് കല്യാണം നടക്കും. ആ അത് തന്നെ. ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയാലേ നല്ല മാർക്കറ്റ് ആയിരിക്കും. മാർക്കറ്റാ? എന്നെ എന്തൊരു തൂക്കി വിൽക്കാൻ പോണാ? എടാ നല്ല കല്യാണാലോചനകൾ വരുമെന്ന്. അമ്മൂമ്മ അത് വിട്ടെ, അതല്ല ലച്ചേച്ചി. എടാ ഗവൺമെന്റ് ജോലി കിട്ടുവാണെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അയ്യോടാ, അയ്യോ. അപ്പൊ അതിന് ഞാൻ PSC പരീക്ഷ എഴുതണമല്ലോ. എഴുതണം. അതിന് ഞാൻ PSC കോച്ചിങ്ങിന് പോണമല്ലോ അമ്മായി പറഞ്ഞാലേ. പോണം. അപ്പൊ അതിന്റെ ഫീസ് വേറെ 30,000 ഉള്ളൂ. ഞാനേ ഈ പാലുണ്ടേ കല്ലൂന് കൊടുത്തിട്ട്. ചേച്ചി എന്ത് ചേച്ചി പാലെന്ത് ആർക്ക് കൊടുക്കാം? അടുപ്പത്ത് നേരത്തെ പാല് ചൂടുണ്ടാവില്ലേ? ഇതാ കൊച്ചിനുണ്ടി കൊടുക്കാൻ പോണേ. ഊതി കുടിച്ചോളും. വിഷയം പറ്റണ ചേച്ചി അതീയില്ല. ജസ്റ്റ് 30,000 റുപ്പീസ്. എന്റെ പൊന്നു മോനെ, ചേച്ചിയുടെ കയ്യിൽ 5 പൈസ ഇല്ല. അതുകൊണ്ട് പൈസയുടെ കാര്യം നീ വിട്. അമ്മായി എന്നെ നോക്കണ്ട, എന്റെ കയ്യിലും 5 പൈസ ഇല്ല. അമ്മുമ്മ നീക്കിയിരിപ്പ് ഒന്നുമില്ല. டேய் என்கிட்ட ஒன்றும் இல்லடா. ആര് ചോദിച്ചേ? ഞാൻ ഇങ്ങോട്ട് ചുമ്മാ നോക്കിയത്. ഇതെന്താ നിങ്ങൾ പറയണേ? ഒരു പയ്യന്റെ പഠിത്തത്തിന്റെ കാര്യത്തിനല്ലേ ചോദിക്കണേ? അതിനൊക്കെ ഒരു പ്രശ്നമാണോ? എടാ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം നീ. അതിന് ഞാൻ ജോലി ചെയ്യാൻ പോവാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ലല്ലോ അമ്മായി. സമയമില്ലല്ലോ. അപ്പൊ പൊന്നുമോ വീട്ടിൽ ഇരുന്ന് പഠിച്ചാ മതി. അല്ല അപ്പോ എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ പൊന്നു കേശു, ഈ 30,000 രൂപ നിനക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഇനി ആ പൈസ കൊണ്ടുപോയി മെർലിന് വല്ല മോതിരോ മാലയൊക്കെ വാങ്ങുമെന്നുള്ള പേടി ഞങ്ങൾക്കുണ്ടേ. ഞാൻ അങ്ങനെ ചെയ്യൂ? നീ ചെയ്തതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ലാത്തത്. അമ്മ ഇത് പിടിച്ചോ. ശരി കൊണ്ടേ. എടാ കേശു, ആൾക്കാർ വീട്ടിലിരുന്ന് പഠിച്ചും ജോലി മേടിച്ചിട്ടുണ്ട്. അതാരും മേടിച്ചങ്ങനെ? നമ്മുടെ KSB ജോലിയുള്ള ബാലനില്ലേ, അവൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അവൻ വീട്ടിലിരുന്ന് പഠിച്ചാ ജോലി മേടിച്ചത്. അതൊക്കെ ഏത് കാലത്തമ്മൂമ്മ? അവൻ 22 വയസ്സുള്ളപ്പം. ബാലമാമന് ഇപ്പൊ എത്ര വയസ്സായി? അവനിപ്പം റിട്ടയർ ആവാറായി. டேய் கேசு, நீயும் வீட்டில் உட்காந்தே படிச்சுக்கோ, உனக்கும் வேலை கிடைக்கும். പഠിച്ചു കഴിഞ്ഞ അമ്മൂമ്മ? അല്ല പിന്നെ ഇതിപ്പോ അമ്മൂമ്മ പഠിക്കണോ അത് എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് ചേർത്തേക്കണം. ചോദിക്കട്ടെ? ആദ്യത്തെ 100 ചോദിക്കാം. എത്ര പഠിച്ചോളെ? ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്. റബ്ബർ പാർക്ക്? നമ്മുടെ ഇവിടെ എവിടെ? ഈ കൂത്താട്ടോ? ഇന്ത്യയിലല്ലേ? ഞാൻ കേരളത്തിലെ റബ്ബർ പാർക്ക്. ഇന്ത്യയിലെ ജാർഖണ്ഡിലാണോ? അല്ലേ? ഡൽഹി? അപ്പൊ നീ പിന്നെ എന്തോ നോക്കി വെച്ചേ? പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പം ജാർഖണ്ഡ് ഇത് ശരിയാവില്ല. ഇത് ഐരാപുരം. അടുത്തത് ചോദിക്കട്ടെ, ഒന്ന് മനസ്സിൽ പറഞ്ഞു വെച്ചേ. ഐരാപുരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഐരാപുരം. അല്ല ഞാൻ ഐരാപുരം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഐരാപുരം. ഈ എന്തോ ചോദിച്ചേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇത് എല്ലാം ശരിയാവും. അല്ല അമ്മൂമ്മ, ഇത് സംഭവം ഇത് ഞാൻ പഠിക്കുന്നതിന്റെ അല്ല, ഇത് കോച്ചിങ് സെന്ററിൽ പോയി തന്നെ പഠിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ്. എടാ നിനക്കൊന്നും നോക്കി വെച്ചാലെന്താ? ഞാൻ നോക്കി വെച്ചാണ്, കണ്ടില്ലേ വെച്ചതിന്റെ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കും. അതാണ് പ്രശ്നം. അമ്മൂമ്മ അതിന്റെ ഉത്തരം തരുന്ന പറഞ്ഞേ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്.
டே கேசு இத குடுறா. ஐயோ குடிடா. நீ படிக்கிறல அப்போ உனக்கு உடம்புக்கு வேணும். குடி குடி. താങ്ക് യു ആന്റി. ആന്റി എന്റെ ലച്ചു ചാച്ചി അമ്മായിയും അകത്താനുണ്ടല്ലോ അല്ലേ? ആ இருக்காங்க. ഇരിക്കട്ടെ. എടാ നീ ചേച്ചി അന്വേഷിക്കാതെ നീ ഇതൊന്ന് പഠിക്കാൻ നോക്കുന്നുണ്ടോ? ആ അമ്മൂമ്മ അമ്മൂമ്മ അടുത്ത ചോദ്യം ചോദിച്ചു. മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന കോഴി 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 കോഴി. എടാ ഞാനിതൊന്ന് വായിച്ചോട്ടെ. താറാവണോ? യേശുവേ, ഓ വരും വരും. മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം. കോംപ്ലീറ്റ് ചെയ്തു. എടാ ഇവിടെ ശ്രദ്ധിക്കടാ. സോറി മമ്മി, കനകാന്റിയാണ്. ഇടയ്ക്ക് വെച്ച് പഠിക്കാൻ സമ്മതിക്കില്ല. കൊള്ളാലോ, അമ്മമ്മയാണോ പഠിപ്പിക്കുന്നത്? ഞാൻ ചോദ്യം ചോദിക്കും, കേശു ഉത്തരം പറയും. എടാ അത് നിനക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നാ? ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരുന്നാ? എന്റെ അടുത്ത് പറയായിരുന്നല്ലോ. എനിക്ക് ഈ ആൾക്കാരോടൊക്കെ ചോദ്യമൊക്കെ ചോദിച്ച് അവരിങ്ങനെ ഉത്തരം മുട്ടി അന്താളിച്ച് നിൽക്കില്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോ ലച്ചു. കറക്റ്റ്. കണ്ട അമ്മൂമ്മ, അവര് പഠിക്കാൻ സമ്മതിക്കില്ല. പോവാൻ പറ. ലച്ചു, ഗൗരി അപ്പുറത്ത് പോയേ, എന്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ. അയ്യോ, ഒരു കുഞ്ഞു വന്നേക്കുന്ന്. കുഞ്ഞിന് വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങളും വന്നത്. അല്ല, കോച്ചിങ്ങിന് പോകുന്ന കാര്യം കുഞ്ഞങ്ങ് സ്കിപ്പ് ചെയ്താ? അമ്മൂമ്മ, ഇതൊക്കെ ഇവരറിയേണ്ട കാര്യം എന്തിനാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലച്ചു, ഇത് ശരിയാവില്ല, നീ വാ പോവാ. അമ്മായി അവിടെ നിക്ക്. லெச்சு என்ன லெச்சு படிக்கிறதுக்கு தானே கொஞ்சம் ஹெல்ப் பண்ண. കനകാന്റി, എനിക്ക് വേണ്ടി കനകാന്റിയും ആരും ആരുടെയും കാല് പിടിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഡേ കൂടുതൽ ഷോ കാണിക്കാതെ നീ അവിടെ ഇരിയ. ആദ്യം ചേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്നെ കോച്ചിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മായും കൂടെ ഷെയർ ചെയ്ത് ഫണ്ട് ഇടാന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും നിന്റെ മോട. അമ്മൂമ്മ, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറ. വേണ്ട പോ. എന്ത്? ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പിടിച്ചതിന് മുമ്പ് അങ്ങ് പോണ. ഓ, അപ്പൊ വേണോ അല്ലേ? വേണം. എന്നാലേ കോച്ചിങ്ങിന് പോകാനുള്ള പൈസയൊക്കെ ഞങ്ങൾ തരാം. പക്ഷെ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ പറ? എന്ത് കണ്ടീഷനാണ്? ഞാൻ ഓക്കെ. നീ ഈ കാണിക്കുന്ന ശുഷ്കാന്തി ആത്മാർത്ഥമാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ചങ്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റൂ? അയ്യോ മോൻ അത്രയ്ക്ക് ഓവറാക്കണ്ട കേട്ടോ. വേണ്ടേ? വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കോച്ചിങ്ങിന് വിടുന്നതിന് മുന്നേ ഞങ്ങളൊരു ടെസ്റ്റ് നടത്തും. അതിന് നീ 90% മാർക്ക് മേടിക്കുവാണെങ്കിൽ നിന്നെ കോച്ചിങ്ങിന് വിടും. എത്ര? 90%. ഞങ്ങൾ കുറച്ച് GK ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കും, ഒരു PSC ടെസ്റ്റ് പോലെ അല്ലേ? GK അതെന്തുവാ? GK എന്ന് വെച്ചാ ജനറൽ നോളജ്. ആഹാ, ഇത്രേ ഉള്ളോ? അതെന്റെ കേശുമ നിഷ്പ്രയാസം ചെയ്യത്തില്ലേ? ஆமா அவனால முடியும். അപ്പൊ പിന്നെ എങ്ങനെയാ, റെഡി അല്ലേ? ആ ശരിയാ, ഞാൻ റെഡി. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ. എന്തോന്ന്? ഈ ബുക്കിനകത്തുള്ള ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കുറച്ച് സമയമല്ലേ നമ്മൾ പഠിക്കാൻ കൊടുക്കുന്നുള്ളൂ, അത് മതി അമ്മായി. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, ഈ ബുക്കില് ആദ്യമുള്ള 100 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹോൾ ബുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടാ. അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? ആ ഓക്കെ, കണ്ടുപിടി. അടുത്ത ക്വസ്റ്റ്യൻ പറ. നിക്ക് കണ്ടുപിടിക്കട്ടെ. പെട്ടെന്ന് ചെയ്യില്ല. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചിയാ? എവിടെയാണെന്നറിയോ? ഓക്കെ, അതല്ല ലച്ചു, നമ്മൾ ഈ ടഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ അകത്തുള്ള ഒന്നും നമുക്കറിഞ്ഞൂടല്ലോ. അതിനൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടാല, മറ്റേ എയും ബിയും സിയുടെ മോനാണെങ്കിൽ ഡിയും എയും തമ്മിലുള്ള ബന്ധം എന്ത്? ആ അത് കൊള്ളാം. അതാണെങ്കിൽ അവന്റെ തല പോകുകയും. അടുത്ത ക്വസ്റ്റ്യൻ. ബി എന്നത് എയുടെ സഹോദരിയാണ്. സി എന്നത് ബിയുടെ അമ്മയാണ്. ഡി എന്നത് സിയുടെ അച്ഛനാണ്. ഇ എന്നത് ഡിയുടെ അമ്മയാണ്. ബി എന്നത് ഇയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്റെ ലച്ചു ഗൗരി, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആ ചെറുക്കനെ കോച്ചിങ് ക്ലാസ്സിന് വിട്ടാ പോരെ? അമ്മുമ്മ, അവന്റെ സ്വഭാവം വെച്ചേ ആദ്യത്തെ ഒരു 5-6 ദിവസം അവൻ കോച്ചിങ്ങിന് പോകും. പിന്നെ അവൻ ആ വഴി തിരിഞ്ഞു പോലും നോക്കൂല. അതെ, പൈസ പോണത് ഞങ്ങളുടെയാണ്. ഇതാവുമ്പോ അവന് കുറച്ച് സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവും. കനാൻഡി കുഴപ്പമില്ല. എത്ര? 90% മേടിച്ചാ പോരെ എഴുതി. ചില്ലി പീസ്.
കണ്ടാ അതാണ് സ്പിരിറ്റ്. എന്നിട്ട് എന്തായി ക്വസ്റ്റ്യനൊക്കെ? ഓൾമോസ്റ്റ് സെറ്റ് ആണ്. എടാ നീ ഈ ബുക്ക് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ കുറച്ച് ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിന്റെ മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് എ ബിയുടെ അച്ഛനാണെങ്കിൽ സി ഡിയുടെ അമ്മയാണെങ്കിൽ എയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ത്? അങ്ങനത്തെ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ അതറിഞ്ഞാ മതി. എന്നാ പിന്നെ ആ ബുക്ക് നന്നായിരുന്നെങ്കിൽ ആ ബുക്കിലുള്ളതെങ്കിലും എനിക്കൊന്ന് പഠിക്കായിരുന്നു. കൊടുത്തേക്കമ്മ ചക്കർക്ക് പഠിക്കട്ടെ. വാ, അപ്പൊ നമ്മളെ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് വരാം കേട്ടോ. ഓർമ്മയുണ്ടല്ലോ 90%. 90% പോരെ? മതി മതി. ആഹാ, ഒരു ശതമാനം ആരും മേടിക്കായി. അമ്മ കനാൻ്റെ ഡേ പാറു ഒരു കാര്യം ചോദിച്ചോട്ടാ, എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറും ചോർത്ത് തരാൻ പറ്റൂ? എടാ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ചോർത്തുന്നേ? 90% എങ്ങനെ മേടിക്കാന്നാണ് പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് മറ്റേ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ എ ആണെങ്കിൽ ബി ആണെങ്കിൽ സി ആണെങ്കിൽ എന്നൊക്കെ പറയുന്നത് ആര് പറയാനാണ്? എനിക്കൊന്നും അറിഞ്ഞൂടാ. മാത്രമല്ല ഇത്രയൊക്കെ അറിയാമെങ്കിൽ ഞാൻ നേരെ IAS IPS എഴുതൂല്ലേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നീ എങ്ങനെയെങ്കിലും പഠിച്ച് ജയിക്കാൻ നോക്ക്. ഇതെങ്ങനെ പഠിക്കാൻ പറ്റൂ? തോന്നുന്നുണ്ട് ഇത്ര നേരം കൊണ്ട് പഠിക്കാൻ പറ്റൂന്ന്. മൂമ്മ എങ്ങനെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചോർത്ത് തന്നാൽ മതി, ബാക്കി മൊത്തം കാര്യം ഞാൻ ഏറ്റു പ്ലീസ്. എടാ ഞാൻ എങ്ങനെ ചോർത്താനാ നീ പറ. ആഗ്രഹിച്ചു പോയണ്ട മൂമ്മ, ഞാൻ കോച്ചിങ് സെന്ററിൽ പോയി ഞാൻ നന്നായിട്ട് പഠിക്കും. என்னெல்லாம் கொஸ்டின்ஸ் வரும்னு தெரிஞ்சா கொஞ்சம் ஈஸியா இருக்கும்ல. பாவம்மா. ഉദ്ദേശം ഞാൻ ഈ അടിയിൽ എന്തോ ഒരു കട്ടി പോലെ തോന്നി, അപ്പൊ അതിങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് അറിയാം. കൂടുതല് വേണ്ട കേട്ടാ. ഇതെന്താ കത്രി? വേണ്ടി വരും. എന്തായിരുന്നു? ഫോൺ 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 ചേച്ചി എന്റെ ഇല്ല, സത്യമായിട്ടില്ല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 മര്യാദയ്ക്ക് ഫോൺ താ. മര്യാദയ്ക്ക് ഫോൺ താ. ഫോണിപ്പോ കയ്യിരുന്നെന്താ പ്രശ്നം? ഫോണിപ്പോ കയ്യിരുന്നെന്താ? എക്സാം ഹോൾ നീ ഫോണും കൊണ്ടാണോ പോണത്? അത് PSC ടെസ്റ്റ്. ഇതൊക്കെ ഇതും PSC ആയിട്ട് കാണണം. എന്താ അല്ല തുണ്ടും വെച്ചിട്ടുണ്ടോ നോക്കിയതാ കോപ്പി അടിക്കാനേ. ആ നീ ചെയ്യും. കോപ്പി അടിക്കാനാ? പിന്നെ നോക്ക്, ഒന്നുമില്ല കണ്ടാ. എന്തൊരു കച്ചത്, ഒരു 2 പോക്കറ്റ് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണോ അവിടെ? 2 4 5 6 ഉണ്ട്. പിടി പിടിക്കേ. എന്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയൊക്കെ വേണമായിരുന്നോ? വേണം. ഇരി. ഓ ഇരിക്കേ. എണീറ്റ് വാങ്ങടോ. എണീറ്റ് വാങ്ങടോ. ഇത്രയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇരുന്നോ. ഐശ്വര്യ ഇടങ്ങടെ തുടങ്ങിക്കോളുക. സമയം പോണ്. സമയം പോണ എനിക്കറിയാം. പിന്നെ 11 മണിയായി. ഇരിക്കോ, തുടങ്ങിക്കോ. മായി 1.5 മണിക്കൂറാണ് എക്സാം ടൈം. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും അവന് കൊടുത്തത് കൊടുക്കാൻ പാടില്ല. അല്ല 1.5 മണിക്കൂർ നമ്മളൊന്നും നമുക്ക് ഫോൺ ഉപയോഗിക്കാല്ലോ. ഉപയോഗിക്കല്ലേ. പരീക്ഷ എപ്പോഴാ തുടങ്ങിയേ? കുറച്ച് സമയമായി. എത്ര നേരമായി?
ആ കുറച്ച് സമയമായി. എപ്പോ തീരും? 1.5 മണിക്കൂർ കഴിയുമ്പോ. എന്തേ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോട്ട്. പിന്നെയല്ലേ ടീച്ചർമാരൊക്കെ ഇത്രയും സമയം എക്സാം ഹാളിനകത്തിരിക്കണം? ഞാനാണെങ്കിൽ ഇരുന്ന് ഉറക്കം തോന്നുക. സത്യം. എന്തേ മത്തക്കാട്ടും പിടിച്ചിരിക്കുന്ന എഴുതുന്നില്ലേ? നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നോക്കിയല്ലേ എഴുതാൻ പറ്റും. നോക്കാനുള്ള സമയമൊക്കെ തന്നായിരുന്നല്ലോ. അതെ. ഉണ്ടല്ലോ. എന്തായി, പരീക്ഷ തുടങ്ങിയോ? തുടങ്ങി. എത്ര മണിയാകുമ്പോ തീരും? 1.5 മണിക്കൂറാണ് എക്സാം ടൈം. അത് കഴിയുമ്പോ തീരും. ആ, നല്ലപോലൊക്കെ എഴുതണേ കൊച്ചേ. എഴുതടാ. ഒരെണ്ണെങ്കിലും എഴുതോ? ഇത് കാണാനുള്ള കൊതി കൊണ്ട് പോയിക്കുക. പപ്സ് പപ്സ് நல்லா இருக்கு. പപ്സ് ഒന്നും ഇവിടെ പറ്റില്ല. ദിസ് ഈസ് എക്സാം ഹോൾ. എക്സാം ഹോളിൽ പപ്സ് ഒന്നും പറ്റില്ല. ஐயோ லெச்சோ, சுடு சுடா இருக்கு. அந்த மணத்தை பாரேன், வாசனை. ആ വാസനയൊക്കെ ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ പപ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ஐயோ சுடு சுடா அவ்வளோ டேஸ்டா இருக்கு. അത് പപ്സ് കൊടുക്കാൻ പറ്റൂല, എക്സാം ഹാളാണ്. அவனுக்கு மட்டும் இல்ல, உங்களுக்கும் இருக்கு. ഞങ്ങൾക്കും ഉണ്ടാ. ഞാൻ വിചാരിച്ചു കേശുന് മാത്രമാണെന്ന്. அப்படி நான் செய்வேனா? എന്നാ പിന്നെ കൊണ്ടുപോവാ. இது வேண்டாம், இது உடஞ்செல்லாம் இருக்கு, நல்லா இல்ல. இதுதான் நல்லா இருக்கு. അതിപ്പോ എന്തെടുത്താല് പപ്സ് തന്നെയല്ലേ, പിന്നെന്താ പ്രശ്നം? ஆமா, என்னாலும் இதுதான் உங்களை மாதிரி ரொம்ப அருமையா இருக்கு. ഏതെങ്കിലും എടുത്ത് കഴിക്കാൻ മൈ. பாவம்ல, அவனுக்கும் கொடுக்கலாம். കൊടുത്തേര്. കൊടുക്കണോ? വയറുളവൊന്നും എനിക്ക്. അയ്യോ അയ്യോ, കൊടുത്തോ കൊടുത്തോ, എനിക്കിനി വയ്യ. കൊള്ളാലോ? കൊള്ളാം, നല്ലത്. ചൂടുണ്ട്. ഇതാണ് പ്രഷർ. ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ മുടിയിലും ഫുള്ളും പൊടിയാവും. പപ്സ് എന്നാ പിന്നെ ഒരു പ്ലേറ്റിൽ വെച്ച് തന്നൂടെ? അത് തന്നെ, ഫുള്ള് പൊടിയായി. പപ്സ് കഴിഞ്ഞ പപ്സ് പ്ലേറ്റ് ഇരിക്കണേ. ഞാൻ ഈ മറ്റേ നേരത്തെ പറയാലോ. പതിയെ തിന്നടാ, പതിയെ തിന്ന്. എന്തോടെ ഇതുവരെ കഴിച്ചില്ലയോ? ഇല്ല മതി. ഇവിടെ കഴിക്കട്ടോ. എന്തായി? ഇതെന്തോന്ന്? പപ്സാ? പപ്സ്. എനിക്ക് വേണം പപ്സ്. ഹായ്, ജ്യൂസ്. லெச்சு, ஜூஸ். താങ്ക്സ്.
ஐயோ இங்கெல்லாம் பொடியா இருக்குல்ல. ഇറക്കിയാ കൊല്ലി ഞാൻ. എടാ എടാ വൃത്തികെട്ടവനെ. ലച്ചു ചതി ചതി വഞ്ചതി നോക്ക് കോപ്പി പേപ്പർ എടാ 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 എല്ലാ തുണ്ടും നീ തിന്നല്ലേടാ അല്ലേ? என்ன എന്താ എന്താ എന്താണോ ഇതെന്താണിത്? എന്താ ഇത്? പപ്സിന്റെ കൂടെ എന്താ കൊണ്ടുവന്നേ? കരേച്ചി എന്താണിത്? ചേച്ചി എന്റെ ജ്യൂസ് കൊണ്ടുവന്ന് എന്താണിത്? അല്ല എവിടെ പോണ്? മോനെ കേശു നീ വന്നേ വാ. കള്ളം ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ പിന്നെ ചെയ്യരുത്. നല്ല അഭിനയം. ദാ, നീ ഒരു കാലത്തും പഠിച്ച് നന്നാവാൻ പോകുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദേ ഇതൊക്കെ തന്നെ. കള്ളം ചെയ്യണേനേക്കാൾ ഏറ്റവും വലിയ കുറ്റം എന്താണെന്ന് അറിയാമോ? കള്ളം ചെയ്യാൻ പ്രേരിപ്പിക്കണതാണ്. ലച്ചു പോലീസിനെ വിളി.